അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടച്ചിട്ടുണ്ട്. അവനാണ് ജീവൻ നൽകുന്നത്, അവനാണ് മരിപ്പിക്കുന്നത് എന്ന കാര്യം മാത്രം ഒരാൾ വിശ്വസിച്ചത് കൊണ്ട് അവന്റെ വിശ്വാസം നേരായിട്ടില്ല. അവന്റെ വിശ്വാസം ശരിയാകണമെങ്കിൽ, നേരായ മാർഗത്തിലാകണമെങ്കിൽ അതിനോടൊപ്പം അവൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറയുന്നത്. ചില ആളുകൾ പറയും, ഇവരെവിടെ പ്രസംഗം വെച്ചാലും മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തിനാണ് സംസാരിക്കേണ്ടി വരുന്നത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവരെ കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? മുസ്ലിമീങ്ങൾ ഓരോ ദിവസവും പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൽ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തിനാണ് അല്ലാഹു പറഞ്ഞത്? ആ പറഞ്ഞ വിശ്വാസം നമ്മിൽ വരാതിരിക്കണമെന്ന ഉദ്ദേശമില്ലെങ്കിൽ, അവരുടെ ചരിത്രം അറിയുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പാഠവുമില്ലെങ്കിൽ, അവരെ കുറിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ഉപകാരവുമില്ലെങ്കിൽ, പിന്നെന്തിനാണ് അല്ലാഹു അത് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്. നോക്കൂ, അവരുടെ വിശ്വാസമാണ്. ഈ ആയത്ത് യഥാർത്ഥത്തിൽ അർത്ഥം ആയത്താണെന്ന് പറയാതെ ഇവിടെയുള്ള മുസ്ലിമീങ്ങളായ ചില ആളുകളോട് നിങ്ങൾ ചോദിക്കാൻ, ഈ പറഞ്ഞ വാദം നിങ്ങൾ ഇവിടെയുള്ള മുസ്ലിം പേരുള്ള ആളുകളോട് ചിലരോട് ചോദിച്ചാൽ അവർ പറയും നമ്മളെ വാദമാണ്, ഇത് നമ്മുടെ വാദമാണെന്ന് അവർ പറയും. അല്ലാഹു പറയാണ്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അവർ അല്ലാഹുവിന് പുറമെയുള്ളവരെ ആരാധിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇനി ചില ആൾക്കാർ പറയും, ഇബാദത്തല്ലേ, ഇബാദത്തായി എന്തൊരു കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ചെയ്താൽ അത് ഇബാദത്താണ്. ഉദാഹരണത്തിന് പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ഇബാദത്ത്, അത് തന്നെയാകുന്നു ആരാധന. അപ്പൊ അല്ലാഹു അല്ലാത്തവരോട് അവർ പ്രാർത്ഥിക്കും, അല്ലാഹു അല്ലാത്തവർക്ക് അവർ നേർച്ചകൾ നേരും, അല്ലാഹു അല്ലാത്തവരുടെ മുൻപിൽ അവർ സുജൂദ് ചെയ്യും, അല്ലാഹു അല്ലാത്തവർക്ക് മുൻപിൽ അവർ റുകൂഉകൾ ചെയ്യും. അല്ലാഹുവിനോട് പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അവർ ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ അവർ ചെയ്യും. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉഹും മാ ലാ യദുർറുഹും